ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ജോയ ലൂക്കാസ്. പ്രമുഖ ഓട്ടംതുള്ളൽ കലാകാരൻ കലാമണ്ഡലം ഗീതാനന്ദൻ അന്തരിച്ചു. ഇരിങ്ങാലക്കുട അവിട്ടത്തൂരിൽ ഓട്ടംതുള്ളൽ അവതരിപ്പിക്കുന്നതിനിടെ കുഴഞ്ഞു വീണാണ് അന്ത്യം. മുപ്ലിയം വെള്ളാരമ്പാടത്ത് വിനോദയാത്രാ സംഘത്തിലെ വിദ്യാർത്ഥി പുഴയിൽ മുങ്ങി മരിച്ചു. മാള കുമ്പിടി സ്വദേശി വരുൺ ആണ് മരിച്ചത്. വടാനപ്പള്ളിയിൽ കണ്ടെയ്നർ ലോറിക്ക് പുറകിൽ മിനി ടെമ്പോ ഇടിച്ച് ഒരാൾ മരിച്ചു. ചന്ദ്രാപിന്നി സ്വദേശി സുബിനാണ് മരിച്ചത്. 10ാമത് അന്താരാഷ്ട്ര നാടകോത്സവത്തിന് തിങ്കളാഴ്ച തിരശ്ശീല വീഴും. ലോകത്തിന്റെ കണ്ണാടിയായി ഇറ്റ്ഫോക്ക് നാടകങ്ങൾ. നാടകങ്ങളുടെ പൂരമൊരുക്കിയാണ് 10ാമത് ഇറ്റ്ഫോക്കിന് കൊടിയിറങ്ങുന്നത്. പ്രമുഖ ഓട്ടംതുള്ളൽ കലാകാരൻ കലാമണ്ഡലം ഗീതാനന്ദൻ അന്തരിച്ചു. ഗീതാനന്ദന്റെ മൃതദേഹം ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ് എ. നാഗേഷ്, തോമസ് ഉണ്ണിയാടൻ എന്നിവർ ആശുപത്രിയിൽ സന്ദർശിച്ചു. സ്കൂൾ കലോത്സവ വേദികളിൽ കലാമണ്ഡലം ഗീതാനന്ദൻ 40 വർഷമായി സജീവമായിരുന്നു. മലപ്പുറത്ത് നടന്ന സ്കൂൾ കലോത്സവത്തിൽ ആദ്യമെത്തുമ്പോൾ പ്രായം 15 ആയിരുന്നു. പിന്നീട് അങ്ങോട്ട് കലോത്സവ വേദികളിൽ നിറഞ്ഞു നിന്നു. എന്നാൽ പിന്നീട് നീണ്ടകാലം കലോത്സവ വേദികളിൽ നിന്ന് വിട്ടുനിന്നു. കലാമണ്ഡലത്തിൽ താൻ അഭ്യസിപ്പിച്ച മത്സരാർത്ഥികളെ പങ്കെടുപ്പിച്ചിരുന്നില്ല. ഇതേ തുടർന്നാണ് അദ്ദേഹം മത്സരവേദികളിൽ നിന്ന് വിട്ടുനിന്നത്. പിന്നീട് 2014 ഗീതാനന്ദൻ കുട്ടികളുമായി എത്തി. ഗുരുവായൂരിൽ നടന്ന യുവജനോത്സവത്തിലാണ് ശിഷ്യരുമായി എത്തിയത്. അന്ന് TCV സംപ്രേഷണം ചെയ്ത റിപ്പോർട്ടിലേക്ക്. കലോത്സവ വേദികളിലെ ഓട്ടൻതുള്ളലിന്റെ ചരിത്രത്തിൽ സുവർണ ലിപികളിലാണ് ഗീതാനന്ദന്റെ പേർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 14-ാം വയസ്സിൽ 15 വയസ്സുള്ള ശിഷ്യനോടൊത്താണ് ഗീതാനന്ദൻ ആദ്യമായി യുവജനോത്സവത്തിന് എത്തുന്നത് 1974-ൽ. തുടർന്നുള്ള എല്ലാ വർഷവും ഗീതാനന്ദന്റെ ശിഷ്യർ കലോത്സവത്തിനെത്തി. 13 ജില്ലകളിൽ നിന്നും ഒരേ വർഷം തന്നെ ഓട്ടൻതുള്ളലിൽ ശിഷ്യരെ വേദിയിലെത്തിച്ചത് ചരിത്രം. കാവ്യ മാധവൻ, നവ്യ നായർ, രശ്മി സോമൻ, ദേവി ചന്ദന, ഇങ്ങനെ നീളുന്നു ഗീതാനന്ദൻ പഠിപ്പിച്ച ശിഷ്യഗണങ്ങളുടെ എണ്ണം. അതൊരു സുവർണകാലം. എന്നാൽ കഴിഞ്ഞ 2 വർഷമായി ഗീതാനന്ദന്റെ ശിഷ്യർ കലോത്സവത്തിനെത്തിയിരുന്നില്ല. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും എത്തുമ്പോൾ അദ്ദേഹത്തോടൊപ്പം മൃദംഗം വായിച്ചത് മകൻ സനൽകുമാർ ആയിരുന്നു. സദസ്സിൽ കാഴ്ചക്കാരിയായി ഭാര്യയും കൊറിയോഗ്രാഫറുമായ ശോഭ ഗീതാനന്ദനും എത്തിയിരുന്നു.
ഹൈസ്കൂളിൽ നിന്ന് രണ്ടുപേരും ഹയർ സെക്കൻഡറിയിൽ ഒരാളുമാണ് ഗീതാനന്ദന്റെ ശിക്ഷണത്തിൽ വേദിയിലെത്തിയത്. കലോത്സവങ്ങളിൽ ഓട്ടംതുള്ളൽ ഏറെ മാറിയെന്ന് ഗീതാനന്ദൻ പറയുന്നു. പണ്ട് ഞാൻ ഈ 14 വയസ്സിലൊക്കെ വരുമ്പോൾ ഒരുപാട് പ്രാകൃത വേഷങ്ങൾ, പാളക്കിരീടങ്ങളായിരുന്നു തുഞ്ചൻ്റെ കുട്ടികൾ പലപ്പോഴും ഉപയോഗിച്ചിരുന്നത്. ആ പാളക്കിരീടങ്ങളെയും ആ കരിവാരി വെച്ച വേഷങ്ങളെയും കേരള മണ്ണിൽ നിന്ന് തൂത്തെറിയാൻ 38 വർഷത്തെ എൻ്റെ കലാസബരി കൊണ്ട് സാധിച്ചു എന്നതിൽ ഒരു ഗുരുനാഥൻ എന്ന നിലയ്ക്കും കലാമണ്ഡലത്തിൻ്റെ തുള്ളൽ വിഭാഗത്തിൻ്റെ അധ്യക്ഷൻ എന്ന നിലയിലും എനിക്ക് സന്തോഷവും അഭിമാനവും തോന്നുന്നു. ഇതുവരെ ഒരു കലോത്സവത്തിൽ പോലും വിധികർത്താവായിട്ടില്ലെന്ന് ഗീതാനന്ദൻ പറയുന്നു. വയസ്സ് 53ആയി. തുള്ളലിൽ 5000 വേദി തികച്ചത് അടുത്തിടെയാണ്. 27 സിനിമകളിലും അഭിനയിച്ചു. കമലദളം സിനിമയിൽ തുള്ളൽക്കാരനായി തന്നെയാണ് ഗീതാനന്ദൻ വേഷമിട്ടത്. മുപ്ലിയം വെള്ളാരംപാടത്ത് വിനോദയാത്രയ്ക്ക് വന്ന സംഘത്തിലെ വിദ്യാർത്ഥി കുറുമാലിപ്പുഴയിൽ മുങ്ങിമരിച്ചു. കൂടെയുണ്ടായിരുന്ന മറ്റൊരു വിദ്യാർത്ഥിയെ നാട്ടുകാർ രക്ഷപ്പെടുത്തി. മാള കുമ്പിടി കണ്ണമ്പള്ളി ടോമി മകൻ 18 വയസ്സുള്ള വരുൺ ആണ് മരിച്ചത്. കൂടെയുണ്ടായിരുന്ന അലക്സിനെ കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുമ്പിടി ലിറ്റിൽ ഫ്ലവർ പള്ളിയിലെ കാറ്റിസം 12ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് വരുൺ. കാറ്റിസം ക്ലാസ്സിലെ സഹപാഠികളുമൊത്ത് പള്ളിയിൽ നിന്ന് വിനോദയാത്രയ്ക്ക് വന്നതായിരുന്നു സംഘം. മുളങ്കാടുകൾക്ക് സമീപത്തിരുന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം കൈ കഴുകാനായി പുഴയിലേക്ക് ഇറങ്ങുന്നതിനിടെ കാൽ തെറ്റി വീഴുകയായിരുന്നു. രണ്ടുപേരും വെള്ളത്തിൽ മുങ്ങിത്താഴുന്നത് കണ്ടെങ്കിലും കൂടെയുണ്ടായിരുന്നവർക്ക് നീന്തൽ അറിയാത്ത കാരണം പുഴയിലേക്ക് ഇറങ്ങാൻ കഴിഞ്ഞില്ല. സംഘത്തിലുള്ളവരുടെ നിലവിളി കേട്ടെത്തിയ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. അലക്സിനെ രക്ഷപ്പെടുത്തി 15 മിനിറ്റിന് ശേഷമാണ് വരുണിനെ കണ്ടെത്തിയത്. കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കും മുൻപേ മരണം സംഭവിച്ചിരുന്നു. പരന്തരപ്പള്ളി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പള്ളി വികാരി ഫാദർ ഫ്രാൻസിസ് കാവിലിന്റെ നേതൃത്വത്തിൽ 28 പേരടങ്ങുന്ന സംഘമാണ് മുളങ്കാട് സന്ദർശിക്കുന്നതിനായി വെള്ളാരംപാടത്ത് എത്തിയത്. കുറുമാലിപ്പുഴയിലെ വേങ്ങം കടവ് അപകടക്കെണിയാകുന്നു. വെള്ളാരംപാടത്തെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ആകർഷകമാകുന്ന കടവിൽ സുരക്ഷയൊരുക്കണമെന്ന ആവശ്യം ശക്തമായി. വനംവകുപ്പിന്റെ കീഴിലുള്ള മുളങ്കാടുകൾ കാണാനെത്തുന്നവർക്ക് ഏറെ ആകർഷകമാണ് വേങ്ങം കടവ്. കടവിലെ പാറകളിൽ കയറി നിൽക്കാനും പുഴയിലേക്ക് ഇറങ്ങാനുമാണ് വിനോദസഞ്ചാരികൾ ഇവിടേക്ക് എത്തുന്നത്. വെള്ളത്തിലെ പാറകളിൽ കയറി നിൽക്കുന്നതിനിടെ വഴുതി വീഴുന്നത് വലിയ ഗർത്തത്തിലേക്കാണ്. ഇതേ രീതിയിൽ നിരവധി പേരാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. ആളൊഴിഞ്ഞ പ്രദേശമായതിനാൽ അപകടം സംഭവിച്ചാൽ രക്ഷാപ്രവർത്തനം വൈകുന്നതും മരണത്തിന് ഇടയാക്കുന്നു. യാതൊരു സുരക്ഷാ മുന്നറിയിപ്പുകളും ഇല്ലാത്ത കടവിൽ അപരിചിതരായവർ ഇറങ്ങാതിരിക്കാൻ അധികൃതർ നടപടിയെടുക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. വാടാനപ്പള്ളി ചിലങ്ക സ്റ്റോപ്പിന് സമീപം നിർത്തിയിട്ട കണ്ടെയ്നർ ലോറിക്ക് പുറകിൽ മിനി ടെമ്പോ ഇടിച്ച് ഒരാൾ മരിച്ചു. ഒരാൾക്ക് പരിക്കേറ്റു. ചന്ദ്രാപ്പിന്നി മഠത്തിക്കുളം തുപ്രാടൻ ശിവരാമന്റെ മകൻ 36 വയസ്സുള്ള സുബിനാണ് മരിച്ചത്. കയ്പമംഗലം കാളമുറി കാക്കരപ്പിടികയിൽ നൂറുദ്ദീന്റെ മകൻ നൌഫലിനാണ് പരിക്കേറ്റത്. ഇരുവരെയും വാടാനപ്പള്ളി ആക്സ് പ്രവർത്തകർ വെസ്റ്റ് ഫോർട്ട് ആശുപത്രിയിൽ എത്തിച്ചു. അപകടസ്ഥലത്ത് തന്നെ സുബിൻ മരിച്ചിരുന്നു. ഏങ്ങണ്ടിയൂരിലുള്ള ഓഡിറ്റോറിയത്തിലെ വിവാഹ സദ്യയ്ക്ക് പോത്തിറച്ചി കൊണ്ടുപോയി മടങ്ങുന്നതിനിടെയായിരുന്നു ടെമ്പോ കണ്ടെയ്നറിൽ ഇടിച്ചത്. ഡ്രൈവർ ഉറങ്ങിയതാണ് അപകട കാരണമെന്ന് കരുതുന്നു. ടെമ്പോയുടെ ഡ്രൈവർ സുബിനാണെങ്കിലും നൌഫലാണ് അപകട സമയത്ത് വാഹനം ഓടിച്ചിരുന്നത്. വാടാനപ്പള്ളി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മടങ്ങിവരാം ഇടവേള കഴിഞ്ഞ്. വാർത്തകളിലേക്ക്. 10ാമത് അന്താരാഷ്ട്ര നാടകോത്സവത്തിന് തിങ്കളാഴ്ച തിരശ്ശീല വീഴും. 9ാം ദിവസമായ ഞായറാഴ്ച കാണികളുടെ മനസ്സിൽ നൊമ്പരത്തിന്റെ അലയടികൾ തീർക്കുന്ന ശ്രീലങ്കൻ നാടകമായ ലവ് ആൻഡ് ലൈഫ് ഉൾപ്പെടെ 7ഓളം നാടകങ്ങൾ അരങ്ങേറി. സ്നേഹം എന്ന വികാരത്തെ മാതാപിതാക്കളുടെ കാഴ്ചപ്പാടിൽ അവതരിപ്പിക്കുന്ന ലവ് ആൻഡ് ലൈഫ് എന്ന നാടകം ഏവരുടെയും ഹൃദയവികാരത്തെ സ്പർശിക്കുന്നതാണ്. ശ്രീലങ്കയുടെ പരമ്പരാഗത മുഖംമൂടികൾ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു അവതരണം. സംഭാഷണങ്ങളില്ലാത്ത നാടകത്തിലൂടെ നിശബ്ദതയുടെ ലോകത്തിന് ശബ്ദത്തേക്കാൾ സംവേദനക്ഷമതയുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ നാടകം. 3 അഭിനേതാക്കൾ 90 മിനിറ്റ് നീണ്ടുനിൽക്കുന്ന ഈ നാടകത്തിലൂടെ 16 കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. മാതാപിതാക്കളെ ചവറുപോലെ വലിച്ചെറിയുന്ന പുതുതലമുറയ്ക്ക് മുന്നിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതാണ് ഈ നാടകം. നാടകവേദിയിലെ നിറഞ്ഞ സദസ്സിന്റെ കയ്യടി ഈ നാടകം ജനങ്ങൾ സ്വീകരിച്ചു എന്നതിന്റെ തെളിവാണ്. എന്നാൽ വേദിയിലെ വെളിച്ചത്തിന്റെ ഏറ്റക്കുറച്ചിലുകൾ അണിയറ പ്രവർത്തകരെയും നാടകപ്രേമികളെയും അല്പം അസ്വസ്ഥരാക്കി. സമാപന ദിവസമായ തിങ്കളാഴ്ച 4 നാടകങ്ങൾ അരങ്ങേറും. വൈകിട്ട് 6 മുതലാണ് സമാപന സമ്മേളനം. ലോകത്തിന്റെ കണ്ണാടിയായി ഇറ്റ്ഫോക്ക് നാടകങ്ങൾ. നാടകങ്ങളുടെ പൂരമൊരുക്കിയാണ് 10ാമത് ഇറ്റ്ഫോക്കിന് കുടിയിറങ്ങുന്നത്. നന്ദി നാടകമേ നന്ദി.
ലോകം ഒരു വലിയ വേദിയും എല്ലാ മനുഷ്യരും അതിലെ നടീനടന്മാരുമാണെന്ന് പറഞ്ഞത് വില്യം ഷേക്സ്പിയർ ആണ്. ഇറ്റ്ഫോക്ക് വലിയ ലോകത്തെ ചെറിയ വേദികളിലേക്ക് പകർത്തുകയാണ്. സംസാരത്തെക്കാൾ ശരീരഭാഷയ്ക്ക് പ്രാധാന്യം നൽകി ഇറ്റ്ഫോക്ക് നാടകങ്ങൾ പ്രേക്ഷകരോട് സംവദിക്കുമ്പോൾ 10 തികഞ്ഞ ലോക നാടകോത്സവത്തിൽ നിന്ന് ഒരു തിരിഞ്ഞുനോട്ടം, സംസാരമില്ലാതെ തന്നെ. എത്രയെത്ര രാജ്യങ്ങൾ, എത്രയോ നടീനടന്മാർ, വൈവിധ്യങ്ങളാർന്ന വിഷയങ്ങൾ. നന്ദി നാടകമേ നന്ദി. ഒരു വലിയ ലോകത്തെ, മാറുന്ന ലോകത്തെ, ലോകത്തിന്റെ തുടിപ്പുകളെ പങ്കുവച്ചതിനെ. 10ാമത് ഇറ്റ്ഫോക്കും നിരാശപ്പെടുത്തിയില്ല. 7 തിയേറ്ററുകൾ, 3 ഔട്ട്ഡോർ ഇടങ്ങൾ, 32 നാടകങ്ങൾ. ട്രാൻസ്ജെൻഡർ നാടക ഗ്രൂപ്പിനെ സമ്മാനിച്ച നാടകോത്സവം. വേറിട്ട കാഴ്ചയായി ഇറാനിയൻ നാടകം. റെഡ് സ്ട്രീറ്റിലെ അമ്മമാരുടെ കണ്ണീരിനിപ്പുറം മക്കളുടെ മുഖത്ത് തെളിയുന്ന പ്രതീക്ഷാ നാളങ്ങളും ഇറ്റ്ഫോക്കിന്റെ മുറ്റത്ത് കണ്ടു. 2008 പ്രഥമ നാടകോത്സവത്തിൽ തായമ്പകയോടെ ഉയർന്ന കേളി ലോകമെങ്ങും എത്തിയിരുന്നു എന്നത് ഇറ്റ്ഫോക്ക് വീണ്ടും സാക്ഷ്യപ്പെടുത്തുന്നു. കൊടിയേറ്റവും കുടമാറ്റവും കഴിഞ്ഞ് നാടകപൂരം ഉപചാരം ചൊല്ലിപ്പിരിയുമ്പോൾ വീണ്ടും ബെൽ മുഴങ്ങട്ടെ, അടുത്ത നാടകത്തിനായി. കൾച്ചറൽ ഡെസ്ക്, TCV. ചെറുതുരുത്തിയിലെ റിസോർട്ട് അപകടവുമായി ബന്ധപ്പെട്ട് ഉടമകൾക്കെതിരെ പോലീസ് കേസെടുത്തു. മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്കാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകുന്നേരമാണ് അപകടം നടന്നത്. 5 വയസ്സുള്ള കുട്ടിയടക്കം 2 പേർ അപകടത്തിൽ മരിച്ചിരുന്നു. മരിച്ച കുട്ടിയുടെ അമ്മയ്ക്കും സഹോദരനും ഡ്രൈവർക്കുമാണ് അപകടത്തിൽ പരിക്കേറ്റത്. വിശദമായ അന്വേഷണം നടക്കുന്നുണ്ടെന്ന് പോലീസ് പറഞ്ഞു. മണത്തല ചന്ദനക്കുടം നേർച്ചയ്ക്ക് തുടക്കമായി. ചാവക്കാട് ടൗണിൽ നിന്ന് പ്രചോദിയുടെ ആദ്യക്കാഴ്ച പുറപ്പെട്ടതോടെയാണ് മണത്തല ചന്ദനക്കുടം നേർച്ചയ്ക്ക് തുടക്കമായത്. പിന്നീട് ക്ലബ്ബുകൾ, സംഘടനകൾ എന്നിവയുടെ കാഴ്ചകൾ ജാറത്തിലെത്തി. ചാവക്കാടിന്റെ എല്ലാ പ്രദക്ഷിണ വഴികളും തിങ്കളാഴ്ച മണത്തലയിൽ സംഗമിക്കും. നാടിന്റെ നാനാ ദിക്കുകളിൽ നിന്നുള്ളവർ മണത്തലയിലെ മക്ബറയിലെത്തും. മണത്തല മക്ബറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന നാലകത്ത് ചാന്തിപ്പുറത്ത് ഹൈദ്രോസ് കുട്ടി മൂപ്പരുടെ ധീരസ്മരണയിലാണ് മണത്തല ചന്ദനക്കുടം നേർച്ച ആഘോഷം. 2 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ദേശസ്നേഹത്തിന്റെ പടനയിച്ച് ടിപ്പു സുൽത്താന്റെ പടയാളികളുമായി ഏറ്റുമുട്ടി വീരചരമം പ്രാപിച്ച ഹൈദ്രോസ് കുട്ടി മൂപ്പരുടെ ജീവിതം സാഹോദര്യത്തിന്റെ സന്ദേശമാണ്. ചന്ദനക്കുടം നേർച്ചയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് 300ഓളം പോലീസ് ഉദ്യോഗസ്ഥർ സജ്ജം. കുന്നംകുളം ഡിവൈഎസ്പി പി വിശ്വംഭരൻ, ചാവക്കാട് SI KG സുരേഷ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. നേർച്ചയുടെ ഭാഗമായി വാച്ച് ടവറും CCTV ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട്. മണത്തല പള്ളി പരിസരം, പഴയപാലം, ചാവക്കാട് ടൗൺ, മുല്ലത്തറ തുടങ്ങിയ വിവിധ ഭാഗങ്ങളിലും ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അരിമ്പൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ സ്വകാര്യ ബസും ബൈക്കും കൂട്ടിയിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. അരിമ്പൂർ എറവ് സ്വദേശി താണിക്കൽ ചാലിശ്ശേരി കൊച്ചപ്പന്റെ മകൻ 49 വയസ്സുള്ള ഡേവിസാണ് മരിച്ചത്. ശനിയാഴ്ച രാവിലെയായിരുന്നു അപകടം. വ്യാപാരി വ്യവസായി ഏകോപന സമിതി അരിമ്പൂർ യൂണിറ്റ് സെക്രട്ടറിയായിരുന്നു ഡേവിസ്.
ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചോറൂൺ, തുലാഭാരം എന്നിവ ഫോട്ടോ എടുക്കാൻ സൗകര്യമൊരുക്കുന്നതിന് നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധം. കഴിഞ്ഞ UDF ഭരണസമിതിയാണ് 3 വർഷം മുൻപ് ക്ഷേത്രത്തിൽ ചോറൂൺ, തുലാഭാരം എന്നിവ ഫോട്ടോ എടുക്കുന്നത് നിർത്തിയത്. നേരത്തെ അംഗീകൃത ഫോട്ടോഗ്രാഫർമാർക്ക് ആർക്കും ക്ഷേത്രത്തിനുള്ളിൽ ഫോട്ടോ എടുക്കാൻ അനുവാദമുണ്ടായിരുന്നു. എന്നാൽ ഇവർ ഭക്തരിൽ നിന്ന് അമിത ചാർജ് ഈടാക്കുന്നുവെന്ന കാരണത്താൽ ഈ സംവിധാനം നിർത്തുകയും ഫോട്ടോ എടുക്കുന്നതിന് ദേവസ്വം ടെൻഡർ നൽകുകയുമായിരുന്നു. ഭരണസമിതി മാറിയതോടെ ഫോട്ടോ എടുക്കുന്ന സംവിധാനം പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്. നിസ്സാര കാരണങ്ങൾ നിരത്തി അവസാനിപ്പിച്ച ഫോട്ടോ എടുക്കൽ തുടരാൻ സൗകര്യമൊരുക്കണമെന്ന് തിരുവെങ്കിടം നായർ സമാജം പ്രസിഡന്റ് ബാലൻ വാർനാട്ട് ആവശ്യപ്പെട്ടു. ചോറൂണ് മംഗളകരമായി കുടുംബം ഒന്നിച്ച് നടത്തപ്പെടുമ്പോൾ അതിൻ്റെ ഒരു രേഖ അല്ലെങ്കിൽ അതിൻ്റെ ഒരു നാളുകൾക്ക് മുതൽക്കൂട്ടാനുള്ള ഒന്നും നൽകപ്പെടാൻ പറ്റാത്ത രീതിയിലാണ് ഇന്ന് ഫോട്ടോ എടുക്കുന്നതിനുള്ള അനുമതി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. എത്രയും വേഗം അത് പുനഃസ്ഥാപിക്കുവാനാണ്. VIP ദർശനത്തിനും അവരുടെ ചോറൂൺ, തുലാഭാരം എന്നിവയ്ക്കും ഇതൊന്നും ബാധകമല്ലെന്നാണ് ഭക്തരുടെ ആരോപണം. ഇവർക്ക് ദേവസ്വം അതിനുവേണ്ട സംവിധാനം ഒരുക്കുന്നുണ്ടെന്നും ആക്ഷേപമുണ്ട്. ഭക്തരെ വേർതിരിച്ചു കാണുന്ന ഈ നിലപാടിനെതിരെ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ്. മറ്റൊരു ഇടവേള. ഓട്ടോറിക്ഷയിൽ കൊണ്ടുവന്ന് മാള മേഖലയിൽ വിൽപ്പന നടത്തുകയായിരുന്ന 5 ലിറ്റർ മദ്യം പുത്തഞ്ചിറയിൽ വെച്ച് എക്സൈസ് സംഘം പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് പുത്തഞ്ചിറ മങ്കിടി അരിപ്പുറത്ത് സെയ്ദ് മുഹമ്മദിനെ എക്സൈസ് ഇൻസ്പെക്ടർ S. അനീർ ഷയുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തു. ഇയാളിൽ നിന്ന് 3200 രൂപയും പിടിച്ചെടുത്തു. ഹൈദരാബാദിൽ നടന്ന മിസ് സൗത്ത് ഇന്ത്യ മത്സരത്തിൽ കൊടുങ്ങല്ലൂർ സ്വദേശിനി ലക്ഷ്മി മേനോൻ കിരീടം ചൂടി. കൊച്ചിയിൽ നടന്ന മിസ് കേരള ഫിറ്റ്നസ് ആൻഡ് ഫാഷൻ മത്സരത്തിൽ ഫസ്റ്റ് റണ്ണറപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്ന ലക്ഷ്മി ഇക്കുറി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ സുന്ദരിയായി മാറി. കൊടുങ്ങല്ലൂർ മേത്തല ഗൗരിശങ്കർ ജംഗ്ഷനിൽ ലക്ഷ്മി സദനത്തിൽ സുകുമാരന്റെയും ജയയുടെയും മകളായ ലക്ഷ്മി ബിടെക് ബിരുദധാരിണിയാണ്. ഗ്രൂമിംഗ് 24ന് രാവിലെ പോയിട്ട് 24, 25, 26 നെല്ലുവായിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരന് ഗുരുതര പരിക്ക്. കാഞ്ഞിരക്കോട് പാടത്ത് വീട്ടിൽ ലിബിനാണ് പരിക്കേറ്റത്. ശനിയാഴ്ച രാത്രി 8 മണിയോടെ നെല്ലുവായി വന്ദന ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിനടുത്ത് വെച്ചാണ് അപകടം നടന്നത്. എതിരെ വന്നിരുന്ന കാറിലിടിച്ചാണ് അപകടം സംഭവിച്ചത്. നെല്ലുവായിൽ മൊബൈൽ ഷോപ്പ് നടത്തുന്ന ലിബിൻ കടയടച്ച് വീട്ടിലേക്ക് പോവുകയായിരുന്നു. കാലിന് ഗുരുതരമായി പരിക്കേറ്റ ലിബിനെ എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചേർപ്പ് ഹെർബർട്ട് കനാലിന് സമീപം പാടത്തേക്ക് കാർ നിയന്ത്രണം വിട്ട് മറിഞ്ഞു. യാത്രക്കാരായ യുവാക്കൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കാട്ടൂർ സ്വദേശികളായ ഇരിഞ്ഞോരി അനുഭവ്, അഖിൽ, ദീപക്, സന്തോഷ് എന്നിവർ സഞ്ചരിച്ചിരുന്ന കാറാണ് റോഡിൽ നിന്ന് 50 അടി താഴ്ചയിലേക്ക് മറിഞ്ഞത്. ചേർപ്പ് പോലീസ് സ്ഥലത്തെത്തി. ഇനി കാണാം കാഴ്ചവട്ടം. തൃശൂർ കളക്ടറായിരുന്ന TO സൂരജ് വിവിധ തസ്തികകളിൽ 11 കോടി രൂപ അനധികൃതമായി സമ്പാദിച്ചെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് വിജിലൻസ് നൽകിയ കുറ്റപത്രം എല്ലാ അഴിമതിക്കാരും ശിക്ഷിക്കപ്പെടും എന്നതിന്റെ സൂചനയൊന്നുമല്ല. അനധികൃതമായി സ്വത്ത് സമ്പാദിച്ച് രക്ഷപ്പെട്ട് നടക്കുന്നവരുടെയും ചിലപ്പോൾ മാത്രം ശിക്ഷിക്കപ്പെടുന്നവരുടെയും വിചിത്രമായ കാഴ്ചകളിലേക്ക്. അനധികൃതമായും അല്ലാതെയും സ്വത്ത് കുന്നുകൂട്ടി വച്ചിരിക്കുന്നവർ തുലോം വിരളം. മഹാഭൂരിപക്ഷം സ്വത്തിന്റെ നീതിയുക്തമായ വിതരണത്തിൽ പങ്കുപറ്റാനാവാത്തവരാണ്. ജനാധിപത്യമായാലും മുതലാളിത്തമായാലും ഇതുതന്നെ സ്ഥിതി. ഈയിടെ ഓക്സ്ഫാം എന്ന അന്താരാഷ്ട്ര സന്നദ്ധ സംഘടന നടത്തിയ പഠനം ഇങ്ങനെയാണ്. ലോകത്ത് 740 കോടി ജനങ്ങളിൽ സാമ്പത്തികമായി താഴെ നിൽക്കുന്ന 370 കോടി ജനങ്ങളുടെ മൊത്തം സമ്പാദ്യത്തിന് തുല്യമാണ് 42 വ്യക്തികളുടെ മൊത്തം സമ്പത്തെന്ന് ഇവർ കണ്ടെത്തി. ഇന്ത്യയിൽ 1% സമ്പന്നരുടെ കയ്യിൽ മൊത്തം സമ്പത്തിന്റെ 58% ഉണ്ടെന്നും ഇവർ പറയുന്നു. സമ്പത്തിന്റെ അസന്തുലിതാവസ്ഥ ഇങ്ങനെ നിൽക്കുന്നു. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം അതിഭീകരമാണ്. അനധികൃതമായി സ്വത്ത് സമ്പാദിക്കുന്ന രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥ പ്രമാണികളും ശിക്ഷിക്കപ്പെടാതെ രക്ഷപ്പെട്ടു നടക്കുന്ന ദുഃഖകരമായ അവസ്ഥ കൂടുതൽ ഇന്ത്യയിലാകാനാണ് സാധ്യത. തൃശൂരിലെ മുൻ കളക്ടർ TO സൂരജ് 11 കോടി രൂപ അനധികൃതമായി സമ്പാദിച്ചു എന്നാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. രേഖകൾ പ്രകാരമുള്ള കണക്കാണിത്. വിപണി മൂല്യം 30 കോടിയിലേറെ വരുമത്രേ.
തൃശ്ശൂരിൽ കളക്ടറായിരുന്നപ്പോൾ ടി.ഒ. സൂരജ് പലപ്പോഴും സുഖവാസത്തിന് പോയിരുന്നതായി കേട്ടിട്ടുണ്ട്. ഭാര്യയുടെയും 3 മക്കളുടെയും പേരിൽ ഭൂമി, ഫ്ളാറ്റ്, ആഡംബര കാറുകൾ, മകന്റെ പേരിൽ മംഗളൂരുവിൽ ഫ്ളാറ്റ്, കൊച്ചിയിൽ സ്വന്തം പേരിൽ കോടികൾ വിലമതിക്കുന്ന ഭൂമി, ഗോഡൌൺ, കളക്ടർ, വ്യവസായ വകുപ്പ് ഡയറക്ടർ, കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ചെയർമാൻ, പൊതുമരാമത്ത് വകുപ്പ് മുൻ സെക്രട്ടറി. ടി.ഒ. സൂരജ് അങ്ങനെ തിളങ്ങി. ഇതിനിടയിൽ അനധികൃത സ്വത്ത് എങ്ങനെയോ വന്നുകൂടിയെന്ന് വിജിലൻസ്. ഇപ്പോൾ സസ്പെൻഷനിലിരിക്കുന്ന സൂരജിനെതിരെ വിജിലൻസ് കുറ്റപത്രവും സമർപ്പിച്ചിരിക്കുകയാണ്. ഇതുകൊണ്ടൊന്നും അദ്ദേഹം ശിക്ഷിക്കപ്പെടും എന്നുറപ്പില്ല. എത്രയോ ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയക്കാർ കുറ്റപത്രം പോലും ലഭിക്കാതെ സുഖമായി പളപളാന്നു മിന്നുന്ന വസ്ത്രവും ധരിച്ച് നടക്കുന്നു. ബീഹാർ മുഖ്യമന്ത്രിയായിരുന്ന ലാലു പ്രസാദ് യാദവ് 3ാമത്തെ അഴിമതി കേസിലും 5 വർഷം തടവും 10 ലക്ഷം പിഴയും ലഭിച്ച ഹതഭാഗ്യനായ മുൻ മുഖ്യമന്ത്രിയാണ്. RJD-യുടെ അധ്യക്ഷൻ. ലക്ഷക്കണക്കിന് ബീഹാറിലെ ദരിദ്രർ ഇപ്പോഴും ലാലുവിന് ജയ് വിളിക്കും. ഘടകകക്ഷികൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടി, ഇപ്പോഴും ലാലുവിനെ ന്യായീകരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഇപ്പോൾ ഈച്ചയെ ആട്ടിയിരിക്കുകയാണ്. 1992-93 67 വ്യാജ ബില്ലുകൾ ഹാജരാക്കി ട്രഷറിയിൽ നിന്ന് ലാലുവും കൂട്ടരും 34 കോടിയോളം പിൻവലിച്ചു എന്നാണ് 3ാമത്തെ കേസ്. 25 കൊല്ലം മുമ്പാണ് കോടികൾ പിൻവലിച്ചത്. ലാലുവിനൊപ്പം ശിക്ഷിക്കപ്പെട്ട 50 പേരുടെ ലിസ്റ്റ് കണ്ടാൽ ഞെട്ടും. എല്ലാവരും വലിയ വലിയ ഉദ്യോഗസ്ഥർ. കാലിത്തീറ്റയുടെ മറവിൽ കോടികൾ കുന്നുകൂട്ടുകയായിരുന്നു. ആദ്യ കേസിൽ 5 വർഷം തടവ്, 2ാം കേസിൽ 3.5 വർഷം തടവ്. അങ്ങനെയാണ് രാജ്യം നന്നാക്കാൻ ഇറങ്ങി സ്വന്തം വീട് നന്നാക്കി നാടിനെ കാലിത്തൊഴുത്താക്കി മാറ്റിയത്. രാഷ്ട്രീയക്കാർ ശിക്ഷിക്കപ്പെടുന്നത് അപൂർവം. വർഷം കുറെ കഴിയുമ്പോൾ തെളിവുകൾ അപ്രത്യക്ഷമാകും. കോമൺവെൽത്ത് ഗെയിംസ് കുംഭകോണത്തിലും 2G സ്പെക്ട്രം കുംഭകോണത്തിലും എത്ര പ്രതികൾ ശിക്ഷിക്കപ്പെട്ടു എന്ന് നാം കണ്ടു. ലാലു മാത്രം കുടുങ്ങിയത് ചേരി മാറിയതുകൊണ്ട് മാത്രം. കേരളത്തെ പിടിച്ചുലച്ച ബാർ കോഴ അന്വേഷിച്ച് മാണിസാർ വാഴ്ത്തപ്പെട്ടവനായി. ഇനി വിധി വന്നാൽ വിശുദ്ധനാകും. കലിതുള്ളിയിരുന്ന ഇടതുമുന്നണി ഇപ്പോൾ പച്ചപ്പരവതാനി വിരിച്ച് താലമൊരുക്കി കാത്തിരിക്കുന്നു. എലിപുലി ഊറാമ്പുലി എന്ന പോലെയായിരുന്നു സോളാർ അഴിമതി കേസ്. കോടിക്കണക്കിന് രൂപ അന്വേഷിച്ച വകയിൽ തുലച്ചത് മിച്ചം. അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്ന കേസിൽ കെ ബാബുവിനെതിരായ അന്വേഷണം ഇനി തീരാൻ 25 വർഷമെങ്കിലും എടുക്കും. അതാണ് രാഷ്ട്രീയം. രാഷ്ട്രീയത്തിന്റെ ഒരു പിൻബലമുണ്ടെങ്കിൽ എല്ലാവരും വിശുദ്ധരാകും. പാവം സൂരജ്, അദ്ദേഹത്തിനു വേണ്ടി മൊഴി മാറ്റാൻ ഒരു സാക്ഷിയും ഉണ്ടായില്ല. കക്കാനറിഞ്ഞാൽ പോരാ നിൽക്കാനും അറിയണം എന്ന പഴമൊഴിയിൽ പതിരില്ലല്ലോ. ശുഭം. ഇടവേള. പനമ്പിള്ളിയുടെ സ്മരണകൾ പോലും ഇന്നും നാടിനും ജനപ്രതിനിധികൾക്കും ആവേശമാണെന്ന് മുൻ MP PC ചാക്കോ. പനമ്പിള്ളി ഗോവിന്ദമേനോൻ ജന്മശതാബ്ദി ഫൗണ്ടേഷൻ നിർമ്മിക്കുന്ന സാംസ്കാരിക നിലയത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗോവിന്ദമേനോൻ ചാലക്കുടിക്ക് നൽകിയ സംഭാവനകൾ എക്കാലത്തും നിലകൊള്ളുമെന്നും PC ചാക്കോ കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ മുൻ MLA TU രാധാകൃഷ്ണൻ, ജസ്റ്റിസ് നാരായണക്കുറുപ്പ്, പ്രൊഫസർ പനമ്പിള്ളി രവി തുടങ്ങിയവർ സംബന്ധിച്ചു. പുത്തൂപ്പറമ്പ് മൈതാനിയിൽ സംസ്ഥാന സർക്കാർ അനുവദിച്ച 10 സെന്റ് സ്ഥലത്താണ് 3 നിലകളിലായി കെട്ടിടം നിർമ്മിക്കുക. ഗ്രന്ഥശാല, സമ്മേളനവേദി, മിനി തിയേറ്റർ എന്നിവ ഉൾക്കൊള്ളുന്നതായിരിക്കും 3 നില മന്ദിരം. മുരിങ്ങൂരിൽ കണ്ടെയ്നർ ലോറിയുടെ പിന്നിൽ ബൈക്കിടിച്ച് കൊരട്ടി നാലികെട്ട് സ്വദേശി മരിച്ചു. കണ്ടരപറമ്പിൽ രവിയുടെ മകൻ 31 വയസ്സുള്ള രഞ്ജിത്താണ് ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ വെച്ച് മരണമടഞ്ഞത്. പോട്ടയിലെ സുഹൃത്തിന്റെ കല്യാണ ചടങ്ങിൽ സംബന്ധിച്ച ശേഷം വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന യുവാവിന്റെ ബൈക്ക് പാതയോരത്തേക്ക് ഒതുക്കിക്കൊണ്ടിരുന്ന കണ്ടെയ്നർ ലോറിയുടെ പിന്നിലിടിച്ചു. അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന രഞ്ജിത്തിനെ കൊരട്ടി പോലീസാണ് ആശുപത്രിയിൽ എത്തിച്ചത്. കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് കേരളയുടെ 8ാമത് ജില്ലാ സമ്മേളനവും ഉപഭോക്തൃ പഠന ക്ലാസും തൃശൂരിൽ നടന്നു. മോത്തിമംഗൽ ഹാളിൽ നടന്ന സമ്മേളനം മുൻ സ്പീക്കർ തേർമിൽ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മുൻ MLA TV ചന്ദ്രമോഹൻ മുഖ്യാതിഥിയായിരുന്നു. ഫെഡറേഷൻ സംസ്ഥാന ചെയർമാൻ KG വിജയകുമാരൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പ്രസിഡന്റ് ഗഫൂർ T മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ജെയിംസ് കലാവടക്കൻ, C കരുണാകരൻ നായർ, സജിനി തമ്പി തുടങ്ങിയവർ സംസാരിച്ചു. ബൂഡോ മാർഷൽ ആർട്സ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച 2ാമത് കരാത്തെ കുൻഫു ജില്ലാ ഇന്റർ സ്കൂൾ ചാമ്പ്യൻഷിപ്പ് തൃശൂരിൽ നടന്നു. വിവേകോദയം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചാമ്പ്യൻഷിപ്പിൽ
1-ാം ക്ലാസ് മുതൽ 16 വയസ്സുവരെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായി പ്രത്യേക മത്സരങ്ങളാണ് നടത്തിയത്. ഭാരത്തിന്റെയും പ്രായത്തിന്റെയും അടിസ്ഥാനത്തിൽ കരാത്തെ, കുൻഫു, കുമിത്തെ, കത്ത എന്നീ വിഭാഗങ്ങളിലായി നടന്ന മത്സരത്തിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 200ഓളം വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്. മത്സരങ്ങൾക്ക് മുന്നോടിയായി നടന്ന ചടങ്ങിൽ PSC അംഗം രഘു കെ മാരാത്ത് ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു. ഒളരിക്കരയിലെ ചെരുപ്പുകടയിൽ പാർട്ട് ടൈം ജോലിക്ക് നിൽക്കുന്ന +2 വിദ്യാർത്ഥിയെ കടയുടമയും മകനും ചേർന്ന് മർദ്ദിച്ചതായി പരാതി. ഒളരി സെന്ററിലെ ചമ്മണം ഫുട്വെയറിൽ ജോലിക്ക് നിൽക്കുന്ന കുന്നത്തങ്ങാടി സ്വദേശി ഉല്ലൂക്കാരൻ വീട്ടിൽ ദിലീപിന്റെ മകൻ ടിജിത്തിന് മർദ്ദനമേറ്റതായാണ് പരാതി. ശനിയാഴ്ച രാത്രി 9 മണിയോടുകൂടിയായിരുന്നു സംഭവം. ചെവിക്കും കണ്ണിനും പരിക്കേറ്റ ടിജിത്തിനെ തൃശൂർ കോഓപ്പറേറ്റീവ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശമ്പളം ചോദിച്ച തന്നെ കടയുടമ ഫ്രാൻസിസും മകൻ ടിനോ ഫ്രാൻസിസും ചേർന്ന് അധിക്ഷേപിക്കുകയും മർദ്ദിക്കുകയുമായിരുന്നുവെന്ന് ടിജിത്ത് പറഞ്ഞു. ശമ്പളം ചോദിച്ചപ്പോൾ ചമ്മണം കടയിലെ ഉടമസ്ഥനായ ഫ്രാൻസിസിനെ തല്ലി, മകനും തല്ലി, കൈയൊക്കെ തിരിച്ച് മുഖത്തൊക്കെ അടിച്ചു. പിന്നെ വീട്ടിൽ വന്നിട്ട് വെല്ലുവിളിക്കുകയും കേസ് കൊടുത്തെന്നൊക്കെ പറഞ്ഞു. സംഭവത്തിന് ശേഷം വീട്ടിലെത്തി കടയുടമയും മകനും തങ്ങളെ ഭീഷണിപ്പെടുത്തിയതായി ടിജിത്തിന്റെ പിതാവ് ദിലീപും പറഞ്ഞു. ചമ്മണം കടയുടെ മുതലാളി ഫ്രാൻസിസ് ഇന്നലെ മകൻ പൈസ ചോദിച്ചപ്പോൾ അവന് ചെകിടത്തടിക്കാനുണ്ടായി. കരഞ്ഞ് നിലവിളിച്ച് വന്ന മകനോട് ചോദിച്ചാൽ എന്താണ് സംഭവം. അതിൻ്റെ പിറകെ അവർ വരികയും എൻ്റെ വീട്ടിൽ വന്നിട്ട് വെല്ലുവിളിക്കുകയും നിനക്ക് കഴിവുണ്ടെങ്കിൽ നീ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് വെല്ലുവിളിക്കുകയും പിന്നെ ഇറങ്ങി പോവുകയും ചെയ്തു. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. പ്രമുഖ ഓട്ടംതുള്ളൽ കലാകാരൻ കലാമണ്ഡലം ഗീതാനന്ദൻ അന്തരിച്ചു. ഇരിങ്ങാലക്കുട ഔട്ടത്തൂരിൽ ഓട്ടംതുള്ളൽ അവതരിപ്പിക്കുന്നതിനിടെ കുഴഞ്ഞു വീണാണ് അന്ത്യം. മുക്കുളിയം വെള്ളാരമ്പാടത്ത് വിനോദയാത്രാ സംഘത്തിലെ വിദ്യാർത്ഥി പുഴയിൽ മുങ്ങി മരിച്ചു. മാള കുമ്പിടി സ്വദേശി വരുണാണ് മരിച്ചത്. വടാനപ്പള്ളിയിൽ കണ്ടെയ്നർ ലോറിക്ക് പുറകിൽ മിനി ടെമ്പോ ഇടിച്ച് ഒരാൾ മരിച്ചു. ചന്ദ്രാപിന്നി സ്വദേശി സുബിനാണ് മരിച്ചത്. 10ാമത് അന്താരാഷ്ട്ര നാടകോത്സവത്തിന് തിങ്കളാഴ്ച തിരശ്ശീല വീഴും. ലോകത്തിന്റെ കണ്ണാടിയായി ഇറ്റ്ഫോക്ക് നാടകങ്ങൾ. നാടകങ്ങളുടെ പൂരമൊരുക്കിയാണ് 10ാമത് ഇറ്റ്ഫോക്കിന് കുടിയിറങ്ങുന്നത്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് ജോയ ലൂക്കാസ്,